എല്ലാവർക്കും പുതുവത്സരാശംസകൾ. सभी लोगों को ये नया साल के मुबारक हो। യേശുവിന് പ്രീച്ചിങ്ങും ടീച്ചിങ്ങും ഉണ്ടായിരുന്നു. यीशु मसीह प्रचार भी करते थे और सिखाते भी। പൊതുജനത്തിന്റെ ഇടയിൽ വരുമ്പോൾ യേശു ഉപമകളാൽ ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. भीड़ के पास आने के समय यीशु मसीह दृष्टांतों के द्वारा उन लोगों से बातें करते थे। എന്നാൽ ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ യേശു പഠിപ്പിക്കുകയായിരുന്നു. लेकिन चेलों के बीच में यीशु मसीह आने के समय यीशु मसीह उन्हें सिखाते थे। കാരണം യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ ശിഷ്യത്വം എന്ന ആ സ്റ്റേജിലേക്ക് വളരണമെന്ന്. यीशु मसीह चाहता है कि हम जो शिष्यत्व में आना चाहिए। ശിഷ്യത്വത്തിലേക്ക് വരണമെങ്കിൽ എന്നും നമ്മൾ കഥകളും ഉപമകളും തമാശകളും കേട്ടിരുന്നാൽ പറ്റത്തില്ല. अगर हम शिष्यत्व में आना है तो हम जो कहानियां और दृष्टांतों केवल सुन के नहीं बैठना है। അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ പലപ്പോഴും പ്രൈവറ്റായിട്ട് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നത് കാണുന്നത്. इसलिए हम देखते हैं कि यीशु मसीह अपने चेलों को बुला के अलग लेके जाके सिखाता है। എന്റെ മുൻപിലിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ആരും ഒരു പുതിയ വ്യക്തികളല്ല, നിങ്ങൾക്ക് നല്ലവണ്ണം ബൈബിൾ അറിയാവുന്നവരാ. मेरे सामने बैठा हुआ कोई भी एक नया विश्वासी नहीं है, बाइबल अच्छी तरह से जानने वाले लोग हैं। കഥകളും പിന്നീട് ഉപമകളും പറയേണ്ടവരല്ല, നമ്മള് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവർ. कहानियां या दृष्टांतों सुनने वाला लोग नहीं है, वो सीखने वाला नहीं है, और हम वचन के और जाना है। എങ്കിലേ നമ്മൾ കൊള്ളാവുന്ന വ്യക്തിത്വമായി വളരാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. तो हम उस आमेन अच्छा व्यक्ति बनने के लिए नहीं तो परमेश्वर के व्यवस्था में आगे बढ़ने वाला बन जाता है करके हम जानना चाहिए। നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം ഉണ്ടാകണമെങ്കിൽ നല്ല വിത്ത് തന്നെ വിതയ്ക്കണം. अच्छा जो फल लाने वाला वृक्ष होना चाहिए तो अच्छा बीज बोना जरूरी है। എന്തെങ്കിലും കേത്തിയിൽ എന്തെങ്കിലും കൃഷിസ്ഥലങ്ങൾ വളർന്നോട്ടെ എന്ന് വിചാരിച്ചാല് മറ്റ് ഫലമില്ലാത്തതായ ചെടികൾ വളരും. खेती में जो कुछ झाड़ है वो बढ़ने दो करके हम सोचेंगे, जो फल रहित झाड़ भी बढ़ जाता है। അത് അവസാനം പിന്നീട് കട്ട് ചെയ്ത് കൂട്ടിയിട്ട് തീയിട്ട് കളയത്തേ ഉള്ളൂ. आखिरी में वो सब कुछ काट के एक साथ इकट्ठा करके उसको आग में झोंका जाएंगे। ആദ്യം കുറെ പച്ച പോലെയൊക്കെ കാണാനായിട്ട് സാധിക്കും, പക്ഷെ പിന്നീട് അതിന് ഫലമില്ലാതെ വന്നാല് അവസാനം അത് കിളച്ച് വെട്ടിയിട്ട് തീയിലിട്ട് ചുട്ടുകളയത്തേ ഉള്ളൂ. पहले सब कुछ हरा भरा दिखेगा, लेकिन वो फल रहित है तो उसको सबको काट के इकट्ठा करके आग में झोंका जाएंगे। നമ്മളെല്ലാവരും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ അകപ്പെടരുതെന്ന് എനിക്ക് നിങ്ങളെ കുറിച്ച് ആഗ്രഹമുണ്ട്. हम में से कोई भी लोग वैसा ही नष्ट होने वाला अवस्था में नहीं होना चाहिए, ये मेरा इच्छा है। അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ അല്പം വചനം പഠിക്കുന്നത് ക്ഷമയോടെ പഠിക്കുന്നത് നല്ലതാണ്. इसलिए हम थोड़ा से तकलीफ उठाते हुए भी परमेश्वर के वचन को अच्छी तरह से सीखना जरूरी है। യേശു അതിനാണ് ശിഷ്യന്മാരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നത്. इसीलिए यीशु मसीह ने अपने चेलों को बुला के अलग लेके जाके सिखा रहा है। ഇത് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. आज हम मनन करने वाला जो वचन है मत्ती का सुसमाचार 5वां अध्याय उसका 13 आयत। അവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. यहाँ पर कहता है तुम हमें पृथ्वी के नमक हो। ഉപ്പിന് കാരമില്ലാതെ പോയാൽ അത് എന്തോന്ന് കൊള്ളാം. परंतु यदि नमक का स्वाद बिगड़ गए तो वह फिर किस वस्तु से नमकीन किया जाएंगे? അത് പുറത്തിട്ട് ചവിട്ടിക്കളയാനേ പറ്റത്തുള്ളൂ. फिर वह किसी काम का नहीं, केवल इसके बाहर फेंका जाए और मनुष्यों के पैरों तले रोता जाए। ഇവിടെ വളരെ അർത്ഥവത്തായ ഗംഭീരമായ ഒരു ശബ്ദമാണ്. यहाँ पर जो यीशु मसीह कहते हैं एकदम गंभीर, एकदम मतलब का जो बातें हैं। ഇവിടെ ഉപ്പ് കോമൺ ആണ്, പക്ഷെ അത് കാരമുള്ളതും കാരമില്ലാത്തതുമായ ഉപ്പുണ്ടെന്ന് പറയുന്നു. यहाँ पर जो नमक है वो साधारण है, स्थायी है, लेकिन उसमें नमकीन भी है, बिना नमकीन का भी है। കാരമുള്ള ഉപ്പ് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, കാരമില്ലാത്ത ഉപ്പ് എന്തിനു കൊള്ളാം? हम कहते हैं कि जो नमकीन वाला जो नमक है उसको क्या किया जा सकता है, और जो नमकीन नष्ट हो गया उसको क्या किया जाता है। അപ്പൊ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന എന്നെയും നിങ്ങളെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്ന കാര്യം നമ്മളൊക്കെ കാരമുള്ള ഉപ്പ് പോലെ ആയിരിക്കണം.
शिष्यत्व में आने वाला हमारे बारे में परमेश्वर का यही इच्छा है कि हम नमकीन वाला होना चाहिए। ഇതൊരു നിസ്സാരമായ ഒരു പ്രസംഗമോ പഠിപ്പീരോ കഴിഞ്ഞ് വിട്ടുകളയുന്ന ഒന്നല്ല. പിന്നെയോ ഇത് നിത്യമായ ഒരു പ്രമാണമായിട്ട് യേശു തന്റെ ശിഷ്യന്മാർക്ക് പുതിയ നിയമസഭയ്ക്ക് കൊടുക്കുക. ये एक साधारण एक सिखाए जाने की अवस्था नहीं है, वो स्थायी रखने वाला जो शिष्य लोगों को परमेश्वर ऐसा सिखा रहा है कि उनके जीवन में ये स्थायी रहे। യഹൂദജാതിക്ക്, ഇസ്രായേലിന് യഹോവയായ ദൈവം മോശയിലൂടെയാണ് സീനായി പർവ്വതത്തിൽ വെച്ച് സ്ഥിരമായ ഒരു പ്രമാണം കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. जो यहूदी जाति है, इसराइल है, उन्हें जो परमेश्वर सीनाई पर्वत पर एक हमेशा के लिए एक व्यवस्था उधर लिखा जाता है। അതുവരെ അവർ കൽപ്പനയോ പ്രമാണമോ ഇല്ലായിരുന്നു. മോശ പറയുന്ന പോലെ അവർ ജീവിക്കുകയായിരുന്നു. എന്നാൽ സീനായി പർവ്വതത്തിൽ വെച്ച് അവർക്ക് സ്ഥിരമായ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും മോശയിലൂടെ നൽകപ്പെടുന്നു. जब मूसा बोलते हुए बातों को उन्होंने सुन रहे थे, और जब सीनाई पर्वत पर आने के समय परमेश्वर ने अपनी विधियां, अपने आज्ञाएं, अपना कल्पनाएं हमेशा के लिए उन्हें लिख के दिया है। ഇവിടെ ഇത് പ്രൈസലോട് സീനായി പർവ്വതത്തിൽ സൃഷ്ടികർത്താവായ യഹോവയായ ദൈവം മോശയിലൂടെ നൽകിയെങ്കിൽ, ഇവിടെ സൃഷ്ടികർത്താവ് ദൈവം മനുഷ്യനായി അവതരിച്ച് വേറൊരു പർവ്വതത്തിൽ അവൻ जनतोड़ संसारिया। सीनाई पर्वत के द्वारा जब मूसा के हाथों में लिखा हुआ जो आज्ञा इस्राएलियों को परमेश्वर ने दिया है, सृष्टिकर्ता परमेश्वर, यहाँ पर भी हम नया नियम में देखते हैं कि सृष्टिकर्ता परमेश्वर और एक पर्वत के ऊपर बैठ के अपने लोगों को ये नया आज्ञाएं दे रहा है। രണ്ടും പർവ്വതമാണ്. മറ്റേ സീനായി പർവ്വതമായിരുന്നു, ഇത് ഇവിടുത്തെ വേറൊരു പർവ്വതമാണ്. दोनों पर्वत है, दोनों पहाड़ है, एक सीनाई पहाड़ है, यहाँ पर दूसरा एक पहाड़ है। സീനായി പർവ്വതത്തിൽ മോശയും യഹോവയെ ദൈവമായിട്ട് മുഖാമുഖമായി കാണുന്നു. सीनाई पर्वत पर मूसा परमेश्वर के और मुंह के मुंह देख रहा है। അവന്റെ ആ തേജസ് കൊണ്ട് മോശയുടെ മുഖം പോലും ആർക്കും ദർശിക്കാൻ സാധിക്കാത്ത നിലയിൽ അങ്ങ് തേജസ് കൊണ്ട് തിളങ്ങുന്നത് കാണാൻ സാധിക്കുന്നു. वैसा सीनाई पर्वत में देख रहा है कि मूसा के चेहरे में परमेश्वर का ज्योति चमकने के द्वारा लोग मूसा के चेहरे देख नहीं सकते हुए ऐसा प्रज्वलित थे। ഇവിടെ അങ്ങനെയുള്ള യാതൊരു പ്രത്യേകതയുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് സൃഷ്ടാവായ ദൈവം തന്റെ സൃഷ്ടിയായ ജനത്തോട് സംസാരിക്കുന്ന കാണാൻ സാധിക്കുന്നു. यहाँ पर ऐसा कुछ खासियत हम नहीं देखता है। सृष्टिकर्ता परमेश्वर सृष्टि से बात करने के समय एक साधारण मनुष्य के समान खड़ा होकर बातें कर रहा है। മോശയിലൂടെ യഹോവയായ ദൈവം നൽകുമ്പോൾ അത് കേവലം കനാൻ ദേശത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രം പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും ന്യായാധിപന്മാരിൽ ഇടപെടുന്ന കാണാൻ സാധിക്കുന്നു. जब सीनाई पर्वत में हम देखते हैं केवल इस्राएल लोगों को एक जाति के लिए परमेश्वर वहां पर बातें करता है, न्यायाधीशों को, राजाओं को, याजकों को जो सिखाया जाता है। അത് കനാൻ ദേശത്ത് മാത്രമായി, അല്ലെങ്കിൽ യഹൂദ ജാതിക്ക് വേണ്ടി മാത്രമായി, ഇസ്രായേലിന് വേണ്ടി മാത്രമായി ലിമിറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ മനുഷ്യപുത്രനായ യേശുക്രിസ്തു സംസാരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേക സുവിശേഷമാണ്. वहां पर सीनाई पर्वत में केवल एक जाति के लिए, इसराइल के लिए परमेश्वर बातें करने के समय, यहाँ पर जो परमेश्वर बातें करता है सृष्टिकर्ता, एक जाति के लिए नहीं है, दुनिया के जो अंत तक, दुनिया के हर एक कोने तक रहने वाला हर एक व्यक्तियों के लिए बातें कर रहा है। അപ്പോൾ പുതിയ നിയമ വിശ്വാസിക്ക്, പുതിയ നിയമ ശിഷ്യന്, അപ്പോസ്തലനുള്ള ദൗത്യം ചെറുതല്ല. അവർക്ക് പഴയ നിയമ പ്രവാചകന്മാർക്കുള്ളതിലും മികച്ചതായ വിശാലമായ ഒരു ദൗത്യമാണ് കർത്താവ് കൊടുക്കുന്നത്. അവർ ഭൂമിയുടെ അറ്റത്തോളം പോയി യേശു പറഞ്ഞ ഈ വചനങ്ങളെ പഠിപ്പിക്കണം. तो जो नया नियम में परमेश्वर ने दिया हुआ, अपने शिष्यत्व में आने वाले लोगों को दिया हुआ जो जिम्मेदारी है, जो काम है, एक साधारण काम नहीं है कि वह दुनिया के में हर कोना में जाके गवाही बन के खड़ा होने का एक जिम्मेदारी परमेश्वर दे रहा है। ഇവിടെ നമ്മൾ കാണുന്നത് പ്രൈസലോട് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ടീച്ചിങ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ദൈവരാജ്യം അത്ര പ്രാധാന്യമുള്ളതായതുകൊണ്ട്
ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ എങ്ങനെ ഉടച്ചു വാർക്കപ്പെടണമെന്നുള്ള പ്രത്യേക ടീച്ചിങ്ങാ പറയുന്നത്. यहाँ पर जो प्रचार किया जाता है परमेश्वर के राज्य के बारे में, अगर परमेश्वर के राज्य के बारे में बातें करना है तो वह कितना इम्पोर्टेंट है, कितना मुख्य है, ये समझा रहा है कि क्योंकि वहां पर जाने का जो व्यक्ति को कैसा तोड़कर बना कि हमें सिद्ध बना सकता है. പരസ്യ ശുശ്രൂഷയ്ക്കകത്ത് അങ്ങനെയുള്ള പ്രസംഗത്തിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. ജനം വരുന്നു, പോകുന്നു, ഉപമകളാലുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നു, ജനത്തിന് സന്തോഷം, സൗഖ്യം, സമാധാനം, പിന്നീട് അത്ഭുതങ്ങൾ നടക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അവര് കടന്നു പോകുന്നു. എന്നാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ളതിനെ കുറിച്ച് ഉള്ള മർമ്മങ്ങളെ യേശു തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. जैसे साधारण लोगों के बीच में जब प्रचार किया जाता है, ऐसा वाला विषयों को सिखाया नहीं जाता है. वहां पर आने वालों को चिन्ह चमत्कारें, चंगाइयां और छुटकारा, उन्हें भोजन दिया जाता है. और ऐसे ऐसे विषयों को सिखाने के समय ही यहाँ पर वैसा नहीं है. अपने पास आया हुआ जो लोगों को एक स्वर्ग राज्य में प्रवेश करने का रीति कैसा है, कैसा जा सकता है, उसी के बारे में सिखा रहा है. ഈ ടീച്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് അവൻ വിളിച്ചു പറഞ്ഞായിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ये सिखाए जाने के पहले यीशु मसीह ऐसा चिल्लाकर कहते थे, हमें स्वर्ग का राज्य निकट हो गया है, इसलिए मन फिराओ. പിന്നീട് ശിഷ്യന്മാരെ എല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷമാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാകുന്നത്. फिर चेलों को चुन लेने के बाद स्वर्ग राज्य का भेद बातों को उनके सामने प्रकट किया जाता है. ഇത് നാല് വീക്ഷണത്തിൽ കർത്താവ് ഒതുക്കി നിൽക്കുന്നതാണ് കാണുന്നത്. इसको हम 4 तरीका से देख सकता है, 4 तरीका से यीशु मसीह सिखा रहा है. ഒന്ന് സന്തോഷം, एक आनंद है, 2 പ്രത്യാശ, दूसरा है आशा, 3 സ്നേഹം, तीसरा है प्रेम, 4 ലാളിത്യം. चौथा है कि जो लालित्य. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ 4 കാര്യത്തിൽ കർത്താവ് തന്റെ സുവിശേഷത്തെ മനുഷ്യനു വേണ്ടി ലിമിറ്റ് ചെയ്ത് കാണിക്കുക. हाँ, जो हमें चौथा है, हमें जो अच्छी तरह से आगे बढ़ने के बारे में ये चारों विषय यीशु मसीह अपने सुसमाचार के द्वारा प्रचार किया जाता है. ഇത് നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ കർത്താവിന്റെ സകല പ്രമാണവും ടീച്ചിങ് ഇതിനകത്ത് വരും. ये हम अगर अच्छी तरह से सीखेगा तो यीशु मसीह का सिखाना और प्रचार किया जाना, ये सारे विषय उसमें आता है. യേശു നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ കുറിച്ചും ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ കുറിച്ചും പറയുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ 4 ഗുണം ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവൻ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാണെന്ന്. यीशु मसीह ने ये सिखाया गया है कि जो अच्छा फल देने वाला पेड़ और फल रहित पेड़, ये दोनों के बारे में सिखाने के समय अच्छा फल देने वाला पेड़ बनना है तो ये 4 गुण उस व्यक्ति के जीवन में होना चाहिए. ഈ 4 ഗുണങ്ങളുള്ള ഒരു മനുഷ്യന് നല്ല ഫലം കായ്ക്കും എന്ന് കർത്താവ് പറയുക. ये 4 गुण से भरा हुआ जो व्यक्ति अच्छा फल देंगे करके यीशु मसीह सिखा रहा है. രക്ഷിക്കപ്പെട്ട യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്ന ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. जो उद्धार पाया हुआ यीशु मसीह के शिष्यत्व में आया हुआ लोगों से मैं बात कर रहा हूँ. ഈ ഗുണഗണങ്ങൾ നിങ്ങളിൽ ഇല്ല എങ്കിൽ കർത്താവ് വെയിറ്റ് ചെയ്യുക, 1 വർഷം കൂടെ, അല്ലെങ്കിൽ വെട്ടിക്കളയാൻ തയ്യാറായിരിക്കുക. अगर इस गुण में जिस व्यक्ति के अंदर नहीं है तो प्रभु यीशु मसीह इंतजार कर रहा है और 1 साल उसको काटा जाए. യേശുവിനെ അറിയാത്ത ജാതികളെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദ വിഷയം. यीशु मसीह को नहीं जानने वाला जाति लोगों के बारे में यहाँ पर नहीं कहता हूँ. അനേക നാളുകളായി യേശുവിനെ അറിയുകയും യേശുവിനോട് നടക്കുകയും പ്രാർത്ഥനയിലൂടെ അവന്റെ നന്മകൾ അനുഭവിക്കുകയും അവന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയുകയും ചെയ്ത ആൾക്കാരോടാണ് യേശു സംസാരിക്കുന്നത്. हमें जैसे साधारण लोगों से नहीं है, अनेक दिन से यीशु मसीह के साथ चलते हुए, यीशु मसीह से सुना हुआ, यीशु मसीह का गुण को समझा हुआ, यीशु मसीह के चिन्ह चमत्कारों को देखा हुआ जो लोग है, उनसे यीशु बात कर रहा है. അവരോട് പറയുന്നത് നിങ്ങൾ നല്ല ഫലം കായ്ക്കണമെന്ന്. उनसे कहता है कि तुम अच्छा फल देने वाला बनना. എത്ര വിരോധാഭാസമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. हमें कितना हमें जो विरोध रीति से जो बातें करते हुए अनुभव देखिए. എത്ര യേശുവിനെ അറിഞ്ഞിട്ടും
ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എത്രമാത്രം വൈരുദ്ധ്യമാർന്ന ഒരു സ്വഭാവ രീതിയാണ് മനുഷ്യന്റേത്. मतलब ऐसा है कि जैसे यीशु मसीह को जानते हुए यीशु मसीह का आमेन जो स्वभाव के अनुसार नहीं चलते हुए, नहीं तो यीशु मसीह को अनुभव करने के बाद में भी उसके अनुसार नहीं चलने वाला, जो विरुद्ध में करने वाला जो व्यक्ति का जो स्वभाव, അതുകൊണ്ട് അതിന് ഒഴികഴിവില്ലാതെ വെയിറ്റിംഗ്, കാലതാമസം എടുക്കുകയാ, നോക്കട്ടെ, ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ, ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ, ഇതാ 2025 നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. इसी कारण परमेश्वर इंतजार कर रहा है, और एक साल बढ़ने दो, और एक साल आगे बढ़ने दो करके इंतजार करते हुए अभी 2025 में हम पहुंच गए हैं. യേശു ആഗ്രഹിച്ച നന്മയും യേശു ആഗ്രഹിച്ച ഗുണവും യേശു ആഗ്രഹിച്ച ക്വാളിറ്റിയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇല്ലാതിരുന്നിട്ടും അവൻ നമ്മെ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തു, ഒരു വർഷം കൂടെ നമ്മെ താങ്ങി, ഒരു വർഷം കൂടെ നമ്മെ നടത്തി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. हमें यीशु मसीह चाहते हुए जो गुण है, यीशु मसीह चाहते हुए जो क्वालिटी है, यीशु मसीह चाहते हुए उसी स्वभाव में हम नहीं आया तो भी परमेश्वर इंतजार करते हुए हमारे लिए और एक साल परमेश्वर बढ़ा के दिया है. അതുകൊണ്ട് ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ ത്യാഗപൂർവമായി യേശുവിനെ അനുഗമിക്കാൻ നമുക്കൊരു തീരുമാനം എടുക്കാം. इसी कारण हम परमेश्वर के चरणों में इसी साल में और कुछ त्याग करते हुए और कुछ परिश्रम करते हुए आगे बढ़ना चाहिए. യഹോവയായ ദൈവം മോശയിലൂടെ സീനായി പർവ്വതത്തിൽ നൽകിയ നിയമവും യേശുക്രിസ്തു പർവ്വതത്തിൽ നിന്ന് നൽകിയ നിയമത്തിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. यहोवा परमेश्वर सीनाई पर्वत पर मूसा के द्वारा दिया हुआ जो नियम और यीशु मसीह पहाड़ी उपदेश में दिया हुआ जो सिखाया हुआ वचन या नियम, ये दोनों कुछ फर्क था. മോശയിലൂടെ നൽകുന്നത് ഏറിയ പങ്കും പുറമെയുള്ളതായിരുന്നെങ്കിൽ യേശു നൽകുന്നത് വസ്തുനിഷ്ഠമായ അകമയുള്ള രൂപാന്തരത്തെ കുറിച്ചാണ്. मूसा को जो दिया गया हुआ नियम है, जो बाहर के नियमों के बारे में, बाहर के विषयों के बारे में बताया गया है, लेकिन यीशु मसीह जो दिया हुआ नियम है वो बाहर का नहीं है, एक व्यक्ति के अंदर के विषयों को स्पष्ट रीति से कहा जाता है. മോശയുടെ നിയമം പറയുമ്പോൾ ഒരു മനുഷ്യൻ പുറമെ എന്തെങ്കിലും ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ അത് ഒരു പാപമായി വരത്തുള്ളായിരുന്നു. എന്നാൽ യേശു പറയുന്നത് അകമയുള്ള ചിന്തകൾ പോലും, ഫീലിങ്സ് പോലും അത് പാപമായി തീരുന്നു എന്ന് യേശു വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. जो मूसा के द्वारा दिया हुआ नियम में अगर बाहर से कुछ किया जाएगा, तो बाहर से कुछ प्रकट में किया जाएगा तो पाप बन जाता है, लेकिन नया नियम में जो यीशु मसीह के द्वारा दिया हुआ है कि वो हमारे मन के अंदर का जो सोच विचार है, हमारे जो फीलिंग्स है, उसी में भी पाप हो जाता है करके यीशु सिखा रहा है. ഈ മോശയിലൂടെ ഉണ്ടായ പുറമെയുള്ളതിനെ കുറിച്ച് നാം ഇനി എത്ര വിശദീകരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് അകമയുള്ളതിലേക്ക് കടന്നു വരാം. हमें मूसा के द्वारा जो बाहर के विषयों को दिया गया है उसके बारे में कितना भी चर्चा करके कुछ फायदा नहीं है, लेकिन हम अंदर के इस विषयों की ओर आ जाएंगे. തികച്ചും ആന്തരികമായ രൂപാന്തരം ദൈവത്തിലെ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ദൈവമക്കൾക്ക് ആവശ്യം. सच में प्रियो परमेश्वर के बच्चों, जो हमारा बाहर का नहीं, अंदर से एक बदलावट, एक रूपांतर इन दिनों में परमेश्वर का बच्चे के लिए जरूरी है. ഇന്നത്തെ വിശ്വാസ ഓളത്തെ കുറിച്ച് അന്നേ യേശു തമ്പുരാൻ അറിയാമായിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും വെള്ളതേച്ച ശുവരെ എന്നൊക്കെ വിളിക്കാൻ ഇടയായത്. अभी के जमाने के विश्वास के जिंदगी का किसी तरह हो जाएंगे, परमेश्वर तभी जानते थे. इसी कारण यीशु मसीह अपने वचनों में ऐसा कहा जाता है कि जो आमीन प्रेज़ द लॉर्ड सफेद पेंट मारा हुआ कब्रिस्तान करके या ഇന്നത്തെ നമ്മുടെ പ്രസംഗ, ഇന്നത്തെ പ്രതിവാദ വിഷയം മത്തായി സുവിശേഷം 5:13 അതിലിങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. इसलिए आज की हमारा हमें चिंता के लिए जो दिया हुआ वचन है, मत्ती का सुसमाचार 5वां अध्याय उसका 13 आयत है. वहां पर ऐसा कहा जाता है, तुम मृत्यु के नमक हो, परंतु यदि नमक का स्वाद बिगड़ गए तो वह फिर किस वस्तु से नमकीन किया जाएगा? फिर वह किसी काम का नहीं, केवल इसके लिए कि बाहर फेंका जाए
और मनुष्यों के पैरों तले रोदा जाए। സീനായിൽ നൽകിയത് കേവലം കനാൻ ദേശത്തിന് യഹൂദ ജാതിക്കും ഇസ്രായേലിനത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇവിടെ പർവ്വതത്തിൽ യേശു കർത്താവ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. നിങ്ങളുടേതായ ക്വാളിറ്റി, നിങ്ങളുടേതായ സ്വഭാവം അവിടെയാണ് കാണിക്കേണ്ടത്. जब सीनाई पर्वत पर जो मूसा के द्वारा दिया गया नियमों से केवल एक जाति के लिए, इसराइल के लिए दिया गया है, तो यहाँ पर प्रभु यीशु मसीह पहाड़ पर जो देते हुए उपदेश यह है कि तुम पृथ्वी के नमक हो। मतलब ये एक जाति के लिए नहीं है, सारे पृथ्वी के लिए आमीन ये गवाही बनकर खड़ा होना चाहिए। सारे पृथ्वी के लिए तुम जाना चाहिए। നല്ലൊരു വിശ്വാസി, നല്ലൊരു ശിഷ്യൻ, നല്ലൊരു പാസ്റ്റർ, നല്ലൊരു മിഷണറി, നല്ലൊരു വിശ്വാസി ഈ പ്രൈസിലോട് ഭൂമിയിൽ ഉപ്പ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, ഉപ്പിന്റെ ഗുണം എങ്ങനെ പ്രയോജനപ്പെടുന്നു, അതുപോലെ പ്രയോജനപ്പെടേണ്ടവരാണെന്നാണ് യേശു പറയുന്നത്. अच्छा एक विश्वासी, अच्छा एक पास्टर, अच्छा एक प्रचारक है, या अच्छा एक आमीन उपदेशी, जो आमीन अच्छा व्यक्ति है, अगर उस व्यक्ति पृथ्वी पर आमीन नमक के जैसा स्वाद किया जाना चाहिए। ये यीशु मसीह നമ്മുടെ सिखा रहा है। വ്യക്തിത്വം എന്ന് പറയുന്ന ഉപ്പിന് സമാനമാണ്. हमारा जो व्यक्तित्व है जो नमक का जैसा है। ഇവിടെ യഥാർത്ഥ ക്രിസ്ത്യാനിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. यहाँ पर जो हमें एक सच्चा मसीह के बारे में मैं सिखा रहा हूँ। രക്ഷിക്കപ്പെട്ടിട്ടും അവരുടെ പഴയ പേഴ്സണാലിറ്റി, അവരുടെ പഴയ സ്വഭാവം വിട്ടുകളയാൻ പറ്റാത്തവരെ കുറിച്ചല്ല ഇവിടെ ഇന്നത്തെ വിഷയം. हमें जो उद्धार पाया फिर भी उनका पहले का जो स्वभाव छोड़ नहीं सकता हुआ व्यक्ति के बारे में यहाँ पर नहीं कहता हूं। അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ഇനി അവർക്ക് നന്നാകാൻ ബുദ്ധിമുട്ടായിരിക്കും. उनसे बोलकर कुछ फायदा नहीं है, क्योंकि उन्हें और अभी बदलना बहुत मुश्किल काम होगा। യേശു സംസാരിക്കുന്നത് ശിഷ്യത്വത്തിലേക്ക് വരുന്നവരോടാ സംസാരിക്കുന്നത്. यीशु मसीह जो बातें कर रहा है शिष्यत्व में आने वाले लोगों से। അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം ഒരു ഉപ്പിന് സമാനമാണ് എന്ന് യേശു പറയുക. उनका जो व्यक्तित्व है एक नमक के समान है करके यहाँ पर यीशु कहता है। മത്തായി 5:13, മർക്കോസ് 9:50, ലൂക്കോസ് 14:34 മുതൽ 35 ഇവിടെ എല്ലാം ഇത് പ്രതിപാദിക്കുന്നുണ്ട്. आमीन। जो मत्ती का सुसमाचार 5वां अध्याय उसके 13 आयत और मरकोस 9 का 50 और लूका 14 का 35, ये सारे जगह में इसके बारे में कहते हैं। ഉപ്പ് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കുന്നത് പോലെ ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള നിലയിൽ ആവശ്യമുള്ള അളവിൽ ഉപയോഗിക്കണമെന്നാണ് ഉപ്പിനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ ആയിരിക്കണം വിശ്വാസി. नमक के बारे में कहता है कि जो जगह में नमक का जरूरत है वहां पर नमक लगाना चाहिए। कितना हमें हिसाब से है उतना हिसाब से उतना माप किया जाएगा, वैसा लगाना चाहिए। वैसा ही एक विश्वासी भी होना चाहिए। എന്ന് പറയാൻ ഒരു വിശ്വാസിയാണെന്ന് ധരിച്ചുകൊണ്ട് അവൻ തോന്നുന്നത് പോലെ തോന്നുന്ന സമയത്ത് തോന്നുന്നിടത്തൊക്കെ ഇടപെടേണ്ടവരല്ല. आमीन। इसके मतलब यह है कि एक विश्वासी करके समझ के वह अपना मन मर्जी के अनुसार कौन सा भी जगह में किसी भी तरीका उसको आमीन जो खड़ा नहीं हो सकता या कुछ कर नहीं सकता है। ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ശരിയായ നിലയിലാണ് അവർ ഇടപെടേണ്ടത്. जो ठीक समय में ठीक जगह में आमीन ठीक रीति से वो वहां पर व्यवहार करना चाहिए। എനിക്കൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് എവിടെയും എന്തും എങ്ങനെയും ചെയ്യാം എന്നുള്ള ചിന്താഗതി ഒരിക്കലും ഒരു വിശ്വാസിക്കാകരുത്. मुझे एक क्वालिटी है इसलिए मैं कहां पर भी किसी भी तरीका से मैं कर सकता हूं करके नहीं सोचा। ദൈവം എനിക്കൊരു കൃപ തന്നതുകൊണ്ട് ആ കൃപ എങ്ങനെയും മിസ്യൂസ് പെടാം എന്ന് ചിന്തിക്കരുത്. परमेश्वर मुझे एक वरदान दिया है तो वो वरदान को किसी तरीका भी मैं इस्तेमाल किया जाएंगे करके नहीं सोचना। കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, कोलोसियों के पत्र 4 अध्याय उसके 6 आयत में ऐसा कहता है, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കണം. 4 का 5 और 6 में ऐसा लिखा है, अवसर को बहुमूल्य समझकर बाहर वालों के साथ बुद्धिमानी से वर्ताव करो। तुम्हारा वचन सदा अनुग्रह सहित और
सलोहना हो कि तुम्हें हर मनुष्य को उचित रीति से उत्तर देना आ जाए. പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എങ്ങനെ എവിടെ ആയിരിക്കും എന്നുള്ള ജ്ഞാനമുള്ളവരായിരിക്കണം വിശ്വാസി. इसके मतलब ये है कि कहां पर भी कौन सा भी जगह में कैसा ज्ञान से रहना चाहिए विश्वासी. കർത്താവ് എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്ന് ചിന്തിക്കരുത്. परमेश्वर मेरे वश में है, मेरा भाग में है, इसलिए मैं कुछ भी कर सकता हूं, ऐसा नहीं सोचना. ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കും ദൈവം തന്നിരിക്കുന്ന അധികാരത്തിനും ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിനും അനുസരിച്ച് എവിടെ എപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ള ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൈകാര്യം ചെയ്യുന്നവനായിരിക്കണം യഥാർത്ഥ ഡിസൈപ്പിൾ, യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസി. परमेश्वर दिया हुआ जो वरदान है वो अनुग्रह है, वो कहां पर किसी रीति से इस्तेमाल किया जाना चाहिए, उसी रीति से व्यवहार करने वाला या इस्तेमाल करने वाला व्यक्ति होना चाहिए. एक शिष्यत्व में आने वाला एक शिष्य, नहीं तो एक विश्वासी. കാരണം ഉപ്പിനൊരു പ്രത്യേക ക്യാരക്ടർ, ഒരു വ്യക്തിത്വം ഉള്ളതുപോലെ, ഒരു പ്രത്യേകത ഉള്ളതുപോലെ, ഒരു വേറിട്ട് മറ്റുള്ള വസ്തുക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ മറ്റൊന്നും വേറിട്ടവരാണ്. അവരുടെ പ്രത്യേക വിളിയും തിരഞ്ഞെടുപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയും. हमें नमक को एक खास व्यक्तित्व, नहीं तो खास एक स्वभाव है, एक हमें टेस्ट है, वैसा ही एक विश्वासी को एक खासियत है, बाकी लोगों के समान नहीं है करके उस व्यक्ति समझना जरूरी है. ഉപ്പിനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് ഒരു പ്രത്യേക നിലയിലാണ്. नमक को जो परमेश्वर ने हमें डिजाइन किया है, तैयार किया है एक अलग रीति से. ഇതുപോലെ ദൈവപൈതലെ, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവപൈതലെ, എന്നെയും നിങ്ങളെയും തമ്പുരാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. मुझे सुनने वाला प्यारे भाइयों बहनों, मुझे और आपको परमेश्वर वैसा ही एक खास रीति से सजाया गया है. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ള കാര്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം. हम बाकी लोगों से अलग लोहे करके हम समझना जरूरी है. നമ്മൾ തുടർമാനം ഒരു കാലത്ത് കേട്ടുകൊണ്ടിരുന്നതാണ് വിശുദ്ധി എന്ന വാക്ക്. വിശുദ്ധിയും വേർപാടും. हम जो सुन के आ रहा था कि एक वचन था कि आमेन, पवित्रदाई और अलगदाई होके रहना. ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേർപാടുന്നായിരുന്നു. एक समय में जो विश्वासी लोगों को केरला में ऐसा पहचान किया जाता है कि अलगदाई होके रखने वाले लोग. ഇന്ന് കോളേജുകളിലോ സ്കൂളുകളിലോ മറ്റേത് ചന്തസ്ഥലത്ത് എവിടെ പോയാലും വിശ്വാസികളെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ അവര് കറപ്റ്റ് ആയിപ്പോയി, മിങ്കിൾ ചെയ്യപ്പെട്ടു, മറ്റുള്ള മലീമസമായി പോയി. आज जो अगर कॉलेज में हो या बाजार में हो, किसी भी जगह में जाने वाला जो विश्वासी है वो पहचान नहीं कर पा सकते हुए दुनिया के साथ मिलजुल गया है. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ, യഥാർത്ഥ ദൈവപൈതലിനെ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം, അതിനു വേണ്ടിയാ. लेकिन एक सच्चा जो मसीह है, सच्चा विश्वासी है, उसको परमेश्वर ने सजाया गया, तैयार किया हुआ दूसरे व्यक्ति से भी एक अलगदाई होके उन्हें तैयार किया हुआ है. ഉപ്പിനൊരു ഡ്യൂട്ടി ഉള്ളതുപോലെ ദൈവമക്കൾക്കും ഈ ഭൂമിയിൽ ഒരു ഡ്യൂട്ടി ദൈവം കൊടുത്തിട്ടുണ്ട്. जब नमक को एक काम दिया गया है, एक जिम्मेदारी दिया गया है, वैसा हमें भी परमेश्वर जो एक काम दिया गया है. ഉപ്പ് നല്ലതാണെങ്കിലും മാലിന്യം കലർന്ന ഉപ്പ് ആരും ഉപയോഗിക്കാറില്ല. अगर नमक अच्छा है तो भी उसमें कुछ गंदगी से भरा है तो कोई भी व्यक्ति उसको इस्तेमाल नहीं किया जाएगा. ഉപ്പ് അത്യാവശ്യമാണെങ്കിലും മാലിന്യം കലർന്ന ഉപ്പ് ആരും എടുത്ത് ഉപയോഗിക്കാറില്ല. नमक जरूरी है तो भी अगर उसमें कुछ मिलावट है, गंदगी है, तो कोई भी उठा के इस्तेमाल नहीं करेंगे. ഇതുപോലെ ദൈവമക്കളെ ഈ ഭൂമിക്ക് ആവശ്യമാണ്, പ്രാർത്ഥനയ്ക്ക് ആവശ്യമാണ്, സുവിശേഷം പറയാൻ ആവശ്യമാണ്, പല കാര്യങ്ങൾക്ക് വീട്ടിൽ കയറ്റി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ മാലിന്യമുള്ള ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. आमेन. जो आमेन, नमक जैसा जितना जरूरी है वैसा आमेन प्रेज़ द लॉर्ड इतना जरूरी है तो भी अगर वो उसमें कुछ गंदगी भरा है तो वो कभी भी कहां पर भी इस्तेमाल नहीं करेंगे. वैसा ही हमारे जीवन में हम प्रेज़ द लॉर्ड अगर गंदगी से भरा है तो परमेश्वर हमें इस्तेमाल नहीं कर सकता है. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളണം.
इसलिए याकूब ऐसा कहा जाता है कि तुम दुनिया के गंदगी से ना भरते हुए, ना मिलते हुए अपने आप को पवित्र रखना। നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാനാണ് ദൈവം ആക്കിയിരിക്കുന്നത്. हम इस धरती पर जीने के लिए परमेश्वर रखा है। ആ സ്വർഗത്തിൽ നമ്മുടെ സേവനം ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. स्वर्ग में हमारा सेवकाई अभी जरूरत नहीं है। ഈ മലീമസമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഭൂമിയിലുള്ള സകല സാഹചര്യത്തിലുമാണ് എന്നെ നിങ്ങൾ ആവശ്യമായിരിക്കുന്നത്. ये गंदगी से भरा हुआ इसी दुनिया में हमें जरूरत है, इसलिए हमें परमेश्वर यहाँ रखा गया है। അപ്പൊ അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ലോകത്തിലുള്ള കളങ്കം പറ്റാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. इसलिए याकूब कहता है कि दुनिया का जो मैल या गंदगी तुम्हारे जीवन में ना आने के लिए तुम अपने आप को संभालना। അതുപോലെയാണ് യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 2 അധ്യായത്തിന്റെ 15-16 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം पहले യോഹന്നാൻ 2 അധ്യായം 15-16. दूसरा अध्याय उसके 15 और 16 आयत ഒന്ന് വായിച്ച് മലയാളത്തിൽ ഞാൻ വായിക്കാം. तुम ना तो संसार से और ना संसार में की वस्तुओं में से प्रेम रखो, यदि कोई संसार से प्रेम रखता है तो उसमें पिता का प्रेम नहीं, क्योंकि जो कुछ संसार में है अर्थात शरीर की अभिलाषा और आंखों की अभिलाषा और जीव की घमंड, वह पिता की ओर से नहीं परंतु संसार की ओर से है। ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നോക്കുക, ഉപ്പിനോട് ഉപമാനപ്പെടുത്തിയൊരു വിശ്വാസിയെ പറയുമ്പോൾ അവൻ എങ്ങനെ ലോകത്തിൽ ഒരു സെപ്പറേഷൻ കാത്തു സൂക്ഷിക്കണമെന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുക. आमीन। यहाँ पर देखिए नमक के बारे में कहा जाता है, उसी समय उसके साथ एक विश्वासी को जोड़कर ऐसा कहा जाता है कि वो कैसा किसी रीति से रखना चाहिए दुनिया। ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ്. आज हम सुनते हुए जो सुसमाचार, इससे भी बहुत अलग सुसमाचार। യഥാർത്ഥമായ യേശുവിന്റെ ടീച്ചിങ് അതിനകത്ത് വരുന്നില്ല. जो सच्चाई से यीशु मसीह का सिखाया जाता है वो इसमें नहीं आता है। ഇന്ന് കേൾക്കുന്നത് വിടുതൽ, സൗഖ്യം, അനുഗ്രഹം. आज जो हम सुनते हैं कि छुटकारा, चंगाही और आशीष। യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് മോൾഡ് രൂപാന്തരപ്പെടുവാനുള്ള ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നത് വളരെ വിരളമാണ്. यीशु मसीह के शिष्यत्व के ओर आने का जो संदेश बहुत कम सुनाई जा रहा है। യഥാർത്ഥ ശിഷ്യത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയാം, നിങ്ങൾ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. जो सच्चा आमीन जो व्यक्ति या प्रीशलो सच्चा शिष्यत्व में आने वाले व्यक्ति के बारे में यहाँ पर योहन्ना कहता है कि तुम दुनिया का प्रेम करने वाला या दुनिया का वस्तु में प्रेम करने वाला व्यक्ति ना बनना। ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. हमें तुम्हारे जीवन में हमें जो शारीर की अभिलाषा, आंगों की अभिलाषा और जीव के घमंड तुम्हारे जीवन में नहीं होना चाहिए। കാരണം ഈ ലോകത്തിലുള്ള ഇത് മുഴുവൻ ഒഴിഞ്ഞു പോയി, ഇറ്റ് ഈസ് ടെമ്പററി. हमें क्योंकि दुनिया में जो कुछ हम देखते हैं वो सब कुछ थोड़ा समय के लिए। ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ നിലനിൽക്കും. क्योंकि परमेश्वर का इच्छाओं को पूरी करने वाला हमें स्थिर रहेंगे। ആ ദൈവ ഇഷ്ടത്തെ കുറിച്ചാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്നത്. ये परमेश्वर की इच्छा के अनुसार चलने वाला के बारे में प्रभु यीशु मसीह पहाड़ी उपदेश में सिखाया जाता है। അപ്പൊ നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മുടെ വ്യക്തിത്വം എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞത്. तो हमारा एक व्यक्तित्व है, वो व्यक्तित्व किसी रीति से होना चाहिए, यहाँ पर बता रहा है। വേറൊരു സ്വഭാവമുള്ളവരായിരിക്കും. एक अलग स्वभाव वाला बनना चाहिए। അടുത്തത്, ഉപ്പിനൊരു ഗുണമുള്ളത്, ഇറ്റ് പ്രിസർവ്, ഇത് മറ്റുള്ള സാധനങ്ങൾ ചീത്തയായി പോകാതെ വണ്ണം സൂക്ഷിക്കും. और दूसरा ये नमक का एक गुण है कि जो नाशवान वस्तुओं को नाश ना होने के लिए संभाल के रखता है। നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ ഫ്രീസറും ഫ്രിഡ്ജും മറ്റു സാധനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മത്സ്യമാംസാദികൾ ഉപ്പിട്ട് സൂക്ഷിക്കുമായിരുന്നു. हम जानते
जानते हैं कि ये फ्रीजर या फ्रिज सब आने के पहले जो मच्छियां आमेन ऐसा वस्तुओं को जो नाश ना होने के लिए नमक डाल के उसको संभाल के रखते थे। എന്ന് പറഞ്ഞാൽ നാശയോഗ്യമായ നാശത്തിലേക്ക് പോകുന്ന ഒന്നിനെ അതില്ലാതെ വണ്ണം സൂക്ഷിക്കാൻ ഉപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഈ ഭൂമി ഒരു നാശത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവം അഭിഷിക്തരായ എന്നെ ആവശ്യമാണ് ഈ ഭൂമി നശിച്ചു പോകാതെ വണ്ണം സൂക്ഷിക്കുവാൻ. इसके मतलब ऐसा है कि जो नाशवान वस्तुओं को नाश ना होने के लिए नमक से उसको तैयार किया जाता है, नमक से उसको बचाया जाता है, वैसा ही ये नाश हो रहा है इस दुनिया को बचाने के लिए, नाश की ओर ना जाने के लिए हम उसको बचा के रखने वाला बनना चाहिए. നമ്മളെ സറൗണ്ടിങ് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിക്കേ, നമ്മുടെ അയൽപക്കക്കാരെ നോക്കിക്കേ, കൂട്ടുകാരെ നോക്കിക്കേ, അവരെ നശിച്ചുകൊണ്ട് നിന്റെ ആവശ്യമാണ് അവർ നാശമില്ലാതെ വണ്ണം സൂക്ഷിക്കുവാൻ, പ്രിസർവ് ചെയ്യുവാൻ നിന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. प्रियोम हमारे चारों ओर देखिए और हमारा मित्रों को, हमारा पड़ोसियों को देखिए, जहां देखिएगा तो सब नाश हो रहा है, उसी नाश होते हुए अवस्था से उन्हें बच्चा के रखने के लिए ये परमेश्वर के बच्चों, आपको परमेश्वर इस जगत में रखा है. കാരണം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, നീ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെട്ടുപോകുന്ന ഒരു വിത്തല്ല, ഒരു ബീജമല്ല. പിന്നെയോ അപ്പോസ്തലൻ പത്രോസ് പറയുന്ന കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്താൽ തന്നെ നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. क्योंकि प्रेज़ द लॉर्ड, हमें परमेश्वर ने जो नया जन्म दिया हुआ है, नाशवान एक बीज में या नाशवान एक वस्तुओं से नहीं है, जो नाश ना होने वाला एक अविनाशी हमें प्रेज़ द लॉर्ड वस्तुओं से परमेश्वर हमें सृजा गया है. इसलिए हम जो नाश होने वाला वस्तुओं को बचाने वाला बनना चाहिए. ദൈവത്തിന്റെ വചനം ഏത് സാഹചര്യത്തിൽ അവർ നശിച്ചു പോകുന്നതല്ല. ഏത് സാഹചര്യത്തിലായിരുന്നാലും ഒരിക്കൽ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് മുളച്ചു പൊങ്ങി ഫലം കായ്ക്കും. परमेश्वर के जो वचन है कभी भी नाश होने वाला जैसा नहीं है. वो कौन सा भी प्रतिकूल अवस्था में हो जाएगा तो भी उनके समय पर वो उगने वाला, झाड़ बनने वाला बन जाएंगे परमेश्वर की वचन. നോക്കുക, ലോകത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റിനും ഒരു മനഃശാസ്ത്രജ്ഞനും ഒരു പോലീസ് അധികാരികൾക്കും ഒരു കൗൺസിലേഴ്സിനും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കാത്ത വ്യക്തികളെ ഈ വചനം കടന്നു ചെല്ലുമ്പോൾ അവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. हमें दुनिया का कोई भी जो साइकोलॉजी के लोग है या पुलिस लोग है या कोई हमें जो रूपांतर करने वाला कोई मनुष्य है, वो नहीं कर सकते हुए जो व्यक्तियों को भी रूपांतर करने के लिए परमेश्वर के वचन से होता है. കാരണം ദൈവമക്കളായ നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളൊരു ഭവനത്തിൽ കാലുകുത്തിയാൽ, നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളിലൂടെ പുറത്തു വരുന്നതായ ദൈവിക തേജസ് അവരുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പാപബോധമുണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. हमें जो परमेश्वर के स्वरूप में हो गया, जो परमेश्वर ने बनाया हुआ परमेश्वर के जो बच्चे हैं, या हम एक सच्चा विश्वासी बनकर, सच्चा व्यक्ति बनकर हम दूसरा घर में जाके या दूसरे लोगों को परमेश्वर के बारे में बोलने के लिए चाहेंगे, हमारा जो सानिध्य है उनका जीवन में हमें बदलावट डालता है, उन्हें रूपांतर करता है, उन्हें परमेश्वर की ओर ले आता है. അങ്ങനെ വസ്തുക്കളുടെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഉപ്പിന്റെ ഗുണം പോലെയാണ് യേശുതമ്പുരാൻ എന്നെയും നിങ്ങളെയും ശുശ്രൂഷകളിലൂടെ ആഗ്രഹിക്കുന്നത്. ऐसा कि जो वस्तुओं के अंदर घुस के उन्हें बचाते हुए नमक के समान मुझे और आपको परमेश्वर हमें सृष्टि किया गया है. രുചിയില്ലാത്തതിന് രുചി ഉണ്ടാക്കുന്നതാണ് ഉപ്പ്. जो नमकीन नहीं है, जो टेस्ट नहीं है, उसको टेस्ट बनाता है नमक. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി നോക്കിക്കേ, എവിടെ ചെന്നാലും മനുഷ്യന് നിരാശയുടെ വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ. हम जरा दुनिया की और उतर की देखिए, जहां पर भी जाएगा मनुष्य को एक ही बातें कहा जाता है कि निराशा की बातें. നിങ്ങളുടെ സ്നേഹിതരോട്, അറിവുള്ളവരോടൊക്കെ സംസാരിച്ച് നോക്കിയേ, അവർ എപ്പോഴും, ഞാൻ ദൈവമക്കളെ കുറിച്ചല്ല പറയുന്നത്, മറ്റുള്ളവരെ കുറിച്ചാണ് പറയുന്നത്, എപ്പോഴും നിരാശയുടെ വാക്ക് മാത്രമേ പറയാനുള്ളൂ. मैं दुनिया के लोगों के बारे में कहता हूँ, परमेश्वर के बच्चों के बारे में नहीं है. आप दुनिया के लोगों के पास या आपका मित्रों के पास जाके देखिए, उससे बातें कीजिए, वो निराशा का, दुख की बातें हमेशा करते हैं. രുചിയില്ലാത്ത വസ്തുക്കൾക്ക്, ആഹാര സാധനങ്ങൾക്ക്
അതിനെ ഏത് തരത്തിലുള്ള രുചി ഉണ്ടാക്കുവാൻ ഉപ്പിന് സാധിക്കുന്നത് പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്നിലൂടെയും അഭിഷിക്തരായ എന്നിലൂടെയും നിങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് പ്രത്യാശയും പ്രൈസലോട് രുചി ഉളവാക്കുവാനായിട്ട് സാധിക്കും. जैसे टेस्ट नहीं है उस वस्तुओं में नमक डालने के समय टेस्ट किया जाता है, वैसा ही ये हमें दुनिया के जो अवस्था में अगर उतर जाएंगे, अभिषेक पाया हुआ मैं और आप ये दुनिया की ओर उतर जाएगा तो जो टेस्ट नहीं है उसमें टेस्ट किया जाएंगे, अभिषेक किया जाएंगे. അപ്പോസ്തലൻ പൗലോസ് ഗലാത്യർ 5:22 പറയുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ഗുണഗണങ്ങളാണ് രുചിയാ ഉണ്ടാക്കേണ്ടതെന്ന്. प्रेरित पौलुस गलातियों के पत्रिया 5वां अध्याय उसका 20वां आयत में लिखा हुआ है क्या क्या विषय है करके. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി മറ്റൊന്നുമില്ല. അപ്പൊ ഇത് മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ദൗത്യമാണ് ഒരു ദൈവത്തിന് കർത്താവ് കൊടുത്തിരിക്കുന്നത്. आमीन. गलातियों 5 का 22वां आयत से जो प्रेरित पौलुस कहता है, हमें पर आत्मा का जो फल प्रेम, आनंद, मेल, धीरज और कृपा, भलाई, विश्वास, नम्रता और संयम है. ऐसे ऐसे बातों है जो हमारे जीवन में परमेश्वर बनाया हुआ, उसी से हम प्रेज़ द लॉर्ड दूसरों का टेस्ट किया जाना चाहिए. മത്സരവും യുദ്ധങ്ങളും ക്ഷാമങ്ങളും പകയും ഈർഷ്യയും മാത്രമുള്ള ഈ ഭൂമിയിൽ ദൈവവേദലെ ഞാനും നിങ്ങളുമാണ് അവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന ഉപ്പ്. प्रियोम आमेन. जो आमेन प्रेज़ द लॉर्ड वैर भाव और ईर्ष्या, झगड़ा, क्रोध ये सब होते हुए इस दुनिया में हम उतर के उनको प्रेम, आनंद, आमेन, धीरज ये कुछ प्रकट करने वाला लोग हम हैं. ഉപ്പ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനം വളരെ സൈലന്റ് ആണ്, ക്വയറ്റ് ആണ്. हमें जो नमक हम देख सकता है लेकिन उसके काम एकदम साइलेंट में है. എന്ന് പറഞ്ഞാൽ വളരെ പരിജ്ഞാനത്തോട് കരുതലോടുകൂടിയാണ് ഉപ്പ് പ്രവർത്തിക്കുന്നത്. आमीन. वो एकदम ज्ञान के साथ आमीन अच्छी तरीका से वो काम करते हैं. പ്രൈസ് ലോർഡ്. ആ ഉപ്പിന്റെ പ്രവർത്തന ശൈലി നമുക്ക് ഉപ്പിനെ കാണാൻ പറ്റുമെങ്കിലും അത് കടന്നു ചെല്ലുന്ന മേഖലകളെ കുറിച്ചോ നമുക്കത് കാണാൻ പറ്റത്തില്ല. അത് അതുമായിട്ട് അലിഞ്ഞു ചേരുകയാണ്. जो नमक को हम देख सकता है लेकिन वो जहां जगह जाता है और कहाँ कहाँ काम क्या कर रहा है करके हमको मालूम नहीं पड़ता है, क्योंकि वो उस चीज के साथ मिलजुल जाता है. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തന്റെ ആ 1-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 4-ാം അധ്യായം 3-ാം വാക്യം, സൗമ്യതയും സമാധാനമുള്ള മനസ്സും എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം, അത് ദൈവത്തിന് വിലയേറിയതാകുന്നു. इसलिए प्रेरित पत्रोस आमीन उसके 4 अध्याय में लिखा 4 വായിച്ചു. സൗമ്യത ഞാൻ പറഞ്ഞു. സൗമ്യതയും जो आमीन नम्रता, സമാധാനതയുള്ള മനസ്സ്, आमीन शांत होने वाला मन. ഇത് അക്ഷയഭൂഷണം എന്ന് പറഞ്ഞാൽ അത് നിക്ഷേപിച്ചിരിക്കുന്ന ഭൂഷണം. आमीन. उसको जो आमीन संभाल के रखा हुआ जो जगह है, അതാണ് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ. वो एक विश्वासी के आमीन अंदर के जो गुप्त मनुष्य, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. वो परमेश्वर के सामने एकदम बहुमूल्य है करके कहता है. തന്നെത്താൻ നമ്മുടെ പേഴ്സണാലിറ്റി ഉയർത്തി കാണിക്കുന്നതല്ല ദൈവത്തിന് വിലയേറിയത്. പിന്നെയോ സമാധാനതയോടെ, ശാന്തതയോടെ, ജ്ഞാനത്തോടെ ഗൂഢമനുഷ്യൻ പ്രവർത്തിക്കുന്നത് അക്ഷയം എന്ന് പറഞ്ഞാൽ നിക്ഷേപമാണ്. ഇത് ദൈവത്തിന് വിലയേറിയതാണ്. हमें जो अपना गुण को, अपना स्वभाव को प्रकट करने वाला नहीं है, परमेश्वर के गुण को जो प्रकट करने वाला, जो गुप्त में परमेश्वर रखा है, वो आमीन जो प्रकट किया जाना चाहिए. ഉപ്പിന്റെ വേറൊരു സ്വഭാവം ഇത് വളരെ വിദൂരമായ നിലയിൽ, വിശാലമായ നിലയിൽ, വൈഡായിട്ട് പ്രവർത്തിക്കുന്നതാണ്. जो नमक का और एक गुण है कि ये एकदम विशाल रीति से हमें साधारण रीति से अपने काम किया जाता है. നമ്മൾ കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തനിയെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും.
क्योंकि हम जो खाने में ये नमक डाल देता है वो अपने आप फैल जाता है। അപ്പൊ ഇതുപോലെയാണ് വിശ്വാസി. अब वैसा ही एक विश्वासी है। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും लोകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. इसलिए प्रभु यीशु मसीह ने कहा है कि जब पवित्र आत्मा तुम पर आएंगे तुम सामर्थ्य पाओगे और यरूशलेम यहूदिया शमरिया दुनिया के कोने तक तुम मेरे गवाह बन जाएंगे। ആരോടും പറഞ്ഞ് കമ്പൽ ചെയ്തടാ, പോയി പറയടാ സുവിശേഷം, നിങ്ങൾ സുവിശേഷം പറയേണ്ടവരാണെന്ന് പറഞ്ഞ് ആരും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനോയിന്റഡ് ആണെങ്കിൽ, നിങ്ങൾ അതിനായി അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് അത് ചെയ്തിരിക്കും. അതാണ് ഉപ്പിന്റെ ദൗത്യം. आमीन। नमक का जो हमें काम ऐसा करते हैं कि वैसा ही तुम अभिषेक पाया हुआ व्यक्ति है, अगर परमेश्वर से अनुग्रह पाया हुआ व्यक्ति है, तुमको जाके सुसमाचार बोलो बोलो करके जबरदस्ती करने की जरूरत नहीं है। तुम्हारा अभिषेक के द्वारा तुम खुद जाके सुसमाचार बोलने वाला बनेंगे। പത്രോസും യോഹന്നാനും ഒരു മനുഷ്യനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരും എല്ലാവരും അവനെതിരായി വന്നപ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. हमें जो पत्रोस हमें यूहन्ना मिलकर एक व्यक्ति को चंगाई किया गया, तभी सभी लोग उनके विरुद्ध खड़ा होने के समय उन्होंने कहा हुआ एक बात ऐसा था कि हमने जो देखा है, अनुभव किया हुआ जो बातों को हम दबा के रख नहीं सकता है, हम उसको प्रकट किया ही जाएंगे। എന്ന് പറഞ്ഞാൽ അഭിഷേകത്തിനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരും അവന്റെ മേൽ കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പിന്റെ ഒരു ഗുണം അതാണ്. अभिषेक पाया हुआ व्यक्ति अगर वो शुरू किया जाएगा तो उसको कोई भी व्यक्ति रोका नहीं जा सकता है, क्योंकि अब बोलते रहेंगे, वो करते ही रहेंगे, उसको कोई रुका नहीं सकता है। वैसा ही नमक का गुण है। ഏതെങ്കിലും വസ്തുവില് ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും വയലിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ, തെങ്ങിന്റെ ചുവട്ടിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു ചേർന്നാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. आमीन। कोई भी वस्तु में या कोई भी खेती में हमें जैसा नारियल के झाड़ के नीचे हो या कोई भी वस्तु में कोई खेती में हो, ये नमक को डाल दिया जाएंगे, वहां वो फैलना शुरू करेगा तो कोई भी व्यक्ति उसको वापस ले नहीं सकता है, उसको रोक नहीं सकता है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ വിശ്വാസിയെ, നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച പുതിയ സൃഷ്ടിയായി തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും പിടിച്ചു നിർത്തുവാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടുള്ള തൊഴിൽ കൂടിയിരിക്കും. हमें जो मन बिराया हुआ, सच्चाई से मन बिराया हुआ, रूपांतर पाया हुआ जो परमेश्वर के बच्चों, हमें तुमको कोई भी रुका नहीं सकता है, कोई भी तुमको जबरदस्ती नहीं कर सकता है। अगर नहीं है तो तुम्हारा उसी अवस्था में मन भिराव नहीं हो गया है तो तुम एक साइलेंट होके बैठ जाएंगे। അവർക്ക് ജീവനോ മരണമോ ഒരു വിഷയമല്ല. उनको जीवन या मृत्यु कोई विषय नहीं है। അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവം തന്ന ദർശനം ഒന്ന് പൂർത്തീകരിക്കണം എന്ന് അവൻ പ്രത്യേകം പറയുക. इसलिए पौलुस कहता है, मुझे एक ही लक्ष्य है, मुझे जो जीवन दिया हुआ परमेश्वर का इच्छा है, परमेश्वर मुझे सौंपा गया हुआ काम पूरा करना है, दूसरा कुछ नहीं। പ്രാണനെ കുറിച്ച് ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. मेरे प्राण के बारे में बहुमूल्य नहीं समझ रहा हूँ। യെശയ്യാ പ്രവാചകൻ 55-ാം അധ്യായം അതിന്റെ 10-11 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹിമവും മഴയും ആകാശത്തിന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കും, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. यशायाह की किताब 55 अध्याय उसके 10 और 11 आयत में ऐसा लिखा गया है कि जिस प्रकार से वर्ष और हिम आकाश से गिरते हैं और वहां यो ही लौट नहीं जाते, वरन भूमि पर पकड़कर उपजाते हैं, जिससे बोने वाले की बीज और खाने वाले की रोटी मिलती है, उसी प्रकार से मेरा वचन भी होगा जो मेरे मुंह से निकलता है, वह व्यर्थ ठहर कर मेरे पास ना लौटेंगे, परंतु जो मेरी इच्छा है उसी वह पूरा करेगा, और जिस काम के लिए मैंने उसको भेजा है उसे वह सबल करेगा। ആ ഉപ്പ് വാരി ഇട്ടിട്ട് അതിന് തിരിച്ചെടുക്കാമെന്ന് ചിന്തിക്കേണ്ട, അത് അതിന്റെ കാര്യം സാധിച്ചേ അടങ്ങത്തുള്ളൂ. അതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിനെ, ദൈവം നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ നിവർത്തിച്ചേ പറ്റൂ.
യഥാർത്ഥത്തിൽ നീ അഭിഷിക്തനാണെങ്കിൽ ആ നിവർത്തിക്കും ആർക്കും അത് തടയുവാൻ സാധ്യമല്ല. हमें जैसे नमक हमें डाल दिया जाता है, उसको वापस निकालने के लिए कोशिश करते हुए नहीं मिलता है, वैसा ही अभिषेक पाया हुआ मेरे प्रियो, आमेन, हमें अगर अपने काम जो परमेश्वर दिया हुआ शुरू किया जाएंगे, कोई भी व्यक्ति हमें रोक नहीं सकेंगे, हम रुक नहीं सकते हैं, उसी अभिषेक के साथ वो काम करते ही रहेंगे। ഉപ്പ് സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു, नमक अपने आप को जो त्याग किया जाता അതിന്റെ है, പേഴ്സണാലിറ്റി ഇല്ലാതാക്കുന്നു. उसका व्यक्तित्व को छोड़ दिया जाता है। അതൊരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ ഉണ്ടായിട്ടാണ് നീ നല്ലപോലെ ആഹാരം കഴിക്കുന്നതെന്ന്. वो कभी भी ऐसा नहीं कहता है कि मैं होने से तुम अच्छा तरीका से टेस्टी भोजन खाता है, ഞാൻ ഉള്ളത് കൊണ്ടാണ് നീ ഇത്ര ടേസ്റ്റ് ആയിട്ട് ആഹാരം കഴിക്കുന്നതെന്ന് അവൻ ഒരിക്കലും ഉപ്പ് ഒരിക്കലും പറയുന്നില്ല. और नमक कभी नहीं ऐसा कहता है कि मैं जो है मैं तुम्हें टेस्ट देता है इसलिए तो अच्छी तरह से भोजन खाता है करके कभी नहीं बोलता है। ഏതെങ്കിലും ഡൈനിങ് ടേബിൾ മട്ടന്റെ അകത്തുനിന്ന് ഉപ്പ് പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഉണ്ടായോണ്ടാ ഈ മട്ടൻ നീ നല്ലപോലെ കഴിക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ? हमें कौन सा भी जो हमें भोजन का हमें मेज के सामने रखा हुआ जो मटन है उसके अंदर से नमक का कि ऐसा बोलते हैं क्या, ये मटन में इतना टेस्ट देने वाला मैं हूं करके कोई बोलते हैं क्या? ഇല്ല, അത് അലിഞ്ഞു ചേർന്നിട്ട് അത് സാക്രിഫൈസ് ചെയ്തിട്ട് അതിന്റെ യജമാനന് വേണ്ടി അത് ടേസ്റ്റ് ഉളവാക്കുമ്പോൾ അതിന്റെ വ്യക്തിത്വത്തെ അത് ഇല്ലാതാക്കുന്നു. आमीन। वो नमक उसमें मिलजुल जाता है, अपने आप को त्याग किया जाता है और उसका स्वामी को वो टेस्ट दिया जाता है। അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. इसी कारण यीशु मसीह कहा है तुम हमें इस पृथ्वी के नमक हो। ഇന്ന് കാരമുള്ള ഉപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. आज जो नमकीन वाला नमक के बारे में बातें की। എങ്കിൽ നാളെ കാരമില്ലാത്ത ഉപ്പിനെ കുറിച്ച് സംസാരിക്കാം. अगर परमेश्वर की इच्छा है तो कल जो नमकीन नष्ट हो गया हुआ नमक के बारे में बातें ഈ करेंगे। വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों से प्रभु आप सभी को आशीष करें। Praise the Lord. आमीन। Praise the Lord. Praise the Lord. Prayer points lead ചെയ്യാൻ പ്രകാശം ഉണ്ടല്ലോ.